നമസ്കാരം. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ക്വിസ് പ്രസ് റിയാലിറ്റി ഷോയുടെ സീസൺ 3ലേക്ക് ഏവർക്കും സ്വാഗതം. കൊണ്ടറെഡ്ഡിപ്പല്ലെ കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിലെ ബണ്ടലാർഹത്തി ഈ രണ്ട് ഗ്രാമങ്ങളും അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. ശരിയായ ഉത്തരം 30 മാർക്കുകൾ ടീം ഇ നിങ്ങൾ സ്വന്തമാക്കുന്നു. 1946 ഡിസംബർ 18 സിൻസിനാറ്റിയിൽ ജനിച്ച ഈ മനുഷ്യന്റെ കയ്യൊപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്റ്റീവൻ സ്പീൽബർഗ് ശരിയായ ഉത്തരമാണ്. നിങ്ങളുടെ അവസരം നഷ്ടമായി. വാഗ്ഭടാനന്ദൻ ശരിയായ ഉത്തരമാണ്. പ്രകാശ് രാജ് ശരിയായ ഉത്തരമാണ്. പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി. ഇനിയില്ല ഓഡിയൻസ്. PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിക്കുന്ന ക്വിസ് പ്രസ് റിയാലിറ്റി ഷോയുടെ പ്രിലിമിനറി റൗണ്ടും ആദ്യ സെമി ഫൈനൽ റൗണ്ടും നമ്മൾ കണ്ടുകഴിഞ്ഞു. ആദ്യ സെമി ഫൈനൽ റൗണ്ടിൽ നിന്നും 3 ടീമുകളാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർക്കൊപ്പം മത്സരിക്കാൻ 3 ടീമുകളെ കൂടി വേണം. അതിനായുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. 85 ടീമുകളിൽ നടത്തിയ പ്രിലിമിനറി റൗണ്ടിൽ നിന്നും രണ്ടാം സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകൾ ഏതാണ് എന്ന് നമുക്ക് കാണാം. ജെസിക്ക മറിയ ഷിജു, മനുപ്രസാദ് KP, മഹാരാജാസ് കോളേജ്. ടീം F. ജിൻസ് ജോസ്, നിതിൻ കുമാർ H, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി. ടീം D. അദ്വൈതം പ്രശാന്ത്, കൈലാസ്നാഥ് SS, ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്വിസ് മത്സരങ്ങളിൽ വിജയിച്ച പാർട്ടിസിപ്പന്റ് ആണെന്ന് തോന്നുന്നു അദ്വൈതം പ്രശാന്ത്. സി. അന്ന ഡൊമിനിക്, അനുഗ്രഹ് VK, UC കോളേജ് ആലുവ, the toppers of all the teams who took part in the prelims. 48 ടീമുകളിൽ പ്രിലിമിനറിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയത് UC കോളേജ് ആലുവയാണ്. നിതിൻ B, നിഖിൽ കൃഷ്ണ ക്യുസാറ്റ്, ടീം B. ഹരികൃഷ്ണൻ SS, ശബരിനാഥ് VS, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. ടീം ഇ. UC കോളേജ് ആലുവ, ക്യുസാറ്റ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, കോഴഞ്ചേരി സെന്റ് തോമസ്, യൂണിവേഴ്സിറ്റി കോളേജ്, മഹാരാജാസ് കോളേജ് അല്ലേ? മീഡിയ അക്കാഡമിക്കല്ല, മീഡിയയ്ക്ക്, മനുഷ്യർക്ക്, അറിവിന്, മാനവികതയ്ക്ക്, ഇതിനെല്ലാം ഉപരി ചില ദൗത്യങ്ങളും ധർമ്മങ്ങളുമുണ്ട് സമൂഹത്തിനോട്. മത്സരങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക കാര്യങ്ങൾ സാധ്യമല്ല. മത്സരങ്ങളുടെ റിജിഡിറ്റിയാണ് പ്രധാനം എങ്കിൽ അറിവ് അത്ര കണ്ട് റിജിഡായ ഒന്നല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് ഏത് എന്ന ചോദ്യത്തിന് ആദ്യത്തെ അറിവ് എന്ന് തന്നെയാണ് അർത്ഥം. ലോകത്തിലെ ആദ്യത്തെ അറിവ് പുസ്തകത്തിൽ നിന്നൊന്നും പഠിക്കുന്നതല്ലോ. ഏതു മനുഷ്യനും നേടുന്ന ലോകത്തിലെ ആദ്യത്തെ അറിവ്, ഏറ്റവും ആഴമുള്ള അറിവ്, ഏറ്റവും തീക്ഷ്ണമായ നേരുള്ള അറിവ് ഒരു മുഖമാണ്. അത് ആഹ്ലാദത്തോടെ നിറയുന്ന ഒരു ജോഡി കണ്ണുകളുള്ള ഒരു മുഖമാണ് എങ്കിൽ അത് പ്രസവിച്ച കുഞ്ഞിനെ ഉറ്റുനോക്കുന്ന നമ്മുടെ അമ്മയുടെ മുഖമാണ്. പിറന്നു വീഴുന്ന ഏതു മനുഷ്യനും നേടാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ അറിവ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. All the best to all the teams. നേരറിവുകൾ ആയുധമാക്കിക്കൊണ്ട് 85 ടീമുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകൾ ഇവിടെ തയ്യാറാണ്. ഇനി അറിവിന്റെ പോരാട്ടം.
നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിക്കുന്നു. ഈ രാത്രി, വൈകിയ രാത്രിയെ കൂടുതൽ ആവേശഭരിതമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ പിന്തുണ ആവശ്യപ്പെട്ട് നമുക്ക് ആരംഭിക്കാം. കേരള മീഡിയ കോൺക്ലേവിൻ്റെ ഭാഗമായി തന്നെ ഈ വർഷം ക്വിസ് പ്രസ് 2023-24 സീസൺ 3 നടക്കുമ്പോൾ രണ്ടാം സെമി ഫൈനലിൽ നിന്ന് അന്തിമ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന 3 ടീമുകളെ കണ്ടെത്തുവാനുള്ള വാശിയേറിയ ഈ രണ്ടാം സെമി ഫൈനൽ UC കോളേജ് ആലുവ, ക്യുസാറ്റ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി, യൂണിവേഴ്സിറ്റി കോളേജ് ആൻഡ് മഹാരാജാസ് കോളേജ് എറണാകുളം. ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ടീംസ്. ആദ്യ റൗണ്ട്. ആദ്യ സെമി ഫൈനലിലേതുപോലെ ആദ്യ റൗണ്ട് അയാം പ്ലൂറൽ തന്നെയാണ്. സ്കോറിംഗ് പാറ്റേണിലും വ്യത്യാസമില്ല. നേരിട്ടുള്ള ചോദ്യത്തിന് 20 പോയിന്റുകൾ, കൈമാറ്റം ചെയ്യപ്പെട്ടാലും 20 പോയിന്റുകൾ. ഓൾ ദ ബെസ്റ്റ്. വളരെ നന്നായി പെർഫോം ചെയ്യാൻ എല്ലാ ടീമുകൾക്കും കഴിയട്ടെ. അദ്വൈത്, ഓൾ ദ ബെസ്റ്റ്. മഹാരാജാസ് കോളേജ് നല്ല പയറായിരിക്കണം. ശരി. സോ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ടീംസ്. ടീം എ, ഈ ദിവസത്തെ ആദ്യത്തെ ചോദ്യം നിങ്ങളോടാണ്. സ്വന്തം ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് കയ്യിലെ ചെറിയ ആയുധം ഉപയോഗിച്ച് ഈ മനുഷ്യൻ മല തുരന്നത്. ആരാണ് ഇദ്ദേഹം? ആദ്യമായി മല തുരന്നത് Yes, team A. Pass. Team B. Team C. Team D. Team E. ദശരഥ് മാഞ്ചി. ദശരഥ് മാഞ്ചി, the mountain man of India. ശരിയായ ഉത്തരമാണ്. യൂണിവേഴ്സിറ്റി കോളേജ്. ഗുഡ് ബിഗിനിങ്. 20 points to you. Team C, നിങ്ങളോടുള്ള ചോദ്യം. ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നദി ഇന്ത്യയിൽ ആദ്യമായി വിൽക്കപ്പെട്ട നദിയാണ്. ഏതാണ് ഈ നദി? ശിവനാഥ്. ശിവനാഥ് ശരിയായ ഉത്തരമാണ്. 20 points to you, Team C. സ്വകാര്യവൽക്കരിക്കപ്പെട്ടു ഇന്ത്യയിലെ ഈ നദി. ആദ്യമായി പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടു ഈ ജലസ്രോതസ് ഇന്ത്യയിൽ. ടീം ഡി, നിങ്ങളോടുള്ള ചോദ്യം. അഡ്വക്കേറ്റ് ശോഭ ഗുപ്ത ആർക്കു വേണ്ടിയുള്ള നിയമയുദ്ധമാണ് അഡ്വക്കേറ്റ് ശോഭ ഗുപ്ത എന്ന ഈ വനിതാ അഭിഭാഷകയെ ലൈം ലൈറ്റിലേക്ക് പോരാട്ടത്തിന്റെ നിയമം മുഖമായി മാറ്റിയത്? സ്റ്റാൻ സ്വാമി. അല്ല. ടീം ഇ, ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനോ കേസിലെ ബിൽക്കിസ് ബാനോയുടെ അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് ശോഭ ഗുപ്ത, യൂണിവേഴ്സിറ്റി കോളേജ്. ശരിയായ ഉത്തരം. 20 പോയിന്റുകൾ. ഒപ്പം ടീം ഇ, നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം. ഈ പെൺകുട്ടി അച്ഛൻ നിരന്തരമായി നടപ്പിലാക്കുവാൻ ആവശ്യപ്പെട്ട നിയമം നടപ്പിലാക്കുവാൻ ഇന്ന് ശബ്ദമുയർത്തുന്ന ഈ പെൺ കരുത്തിന്റെ പേരാണ് എനിക്കറിയേണ്ടത്. ടീം എഫ്, ടീം എ. ഒരു നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ട അച്ഛൻ്റെ അതേ ആവശ്യം ഇന്ന് ഈ കാലത്തിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ സമരമുഖത്തുള്ളത് ഈ മകളാണ്. ടീം ബി, ടീം സി, ടീം ഡി, ആമിരൂപേഷ്. ടീം ഇയിൽ ഞാൻ ഈ ഉത്തരം എനിക്ക് നിങ്ങൾ പറഞ്ഞ് കേൾക്കണം ടീമുകളിൽ ആരെങ്കിലും എന്നുള്ളത് കൊണ്ട് ഒരു ക്ലൂ തന്നു. ഒരു റൗണ്ട് കൂടി പോകാം.
മഹാരാഷ്ട്രയിൽ ആ നിയമം നടപ്പിലാക്കുവാനുള്ള പോരാട്ടം നടത്തിയ അച്ഛൻ കൊല ചെയ്യപ്പെട്ടു. ടീം എഫ്, ടീം എ, ടീം എ, ടീം ബി, ടീം സി, ടീം ഡി. ദബോൽക്കറുടെ ഡോക്ടർ അല്ലേ? ദബോൽക്കർ പേരാണ് ഞാൻ ചോദിച്ചത്. ഓഡിയൻസ്, നരേന്ദ്ര ദബോൽക്കറുടെ മകളാണിത്. മുക്ത ദബോൽക്കറിന്റെ ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടത്. മുക്ത ദബോൽക്കർ ആണ് അത്. ടീം എഫ്, നിങ്ങളോടുള്ള നേരിട്ടുള്ള ചോദ്യം, ഈ റൗണ്ടിലെ അവസാന ചോദ്യം. കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ടീക്കയാണ് എന്നെ കൊണ്ടുപോയി അത് പരിഭ്രമം മാറ്റിയത്. അതിനുശേഷം മെല്ലെ പുറത്തേക്ക് പോവുക എന്നുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ത്രഷിങ് ആയിരുന്നു. അത് ബാല്യം മുതൽ നമ്മളുടെ മനസ്സിലേക്ക് വന്നു. ആ സഞ്ചാരം കുത്തുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ 10 വർഷവും എൻ്റെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ സഞ്ചാരത്തിൻ്റെ പൂർത്തീകരണമാണിപ്പോൾ സംഭവിച്ചത്. ഇല്ല, ഏതാ കോളേജ് നിങ്ങളുടെ? മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജ് എറണാകുളം. ആ, ടീം എ, ടീം ബി, പി കൃഷ്ണപിള്ള, ടീം സി, ഈച്ചര വാര്യർ, ടീം ഡി, സൈമൺ ബ്രിട്ടോ. അടുത്ത സൂചന മഹാരാജാസ് മാത്രമല്ല, എറണാകുളത്ത് വേറെയും കോളേജുകളുണ്ട്, സെന്റ് ആൽബർട്ട്സ് അടക്കം എന്നൊക്കെ ഞാൻ പറഞ്ഞേനെ. ഇതാരാണെന്ന് കാണാം. കൊച്ചിയുടെ യുവത്വം ഈ ശബ്ദത്തിന്റെ ഉടമയ്ക്ക് കരഘോഷം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിഷ്ണു, വിഷ്വൽ പ്ലീസ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോമ്രേഡ് സൈമൺ ബ്രിട്ടോ ശരിയായ ഉത്തരമാണ്. ടീം ഡി. 20 points to you. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുന്നു. രണ്ടാം റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രണ്ടാം റൗണ്ട് പ്രേക്ഷകരുടെ സംഗീതത്തോടെ. മൈറ്റി പെൻ, പേനയ്ക്ക് കരുത്തും മൂല്യവും കൂടുതലാണ്. 30 പോയിന്റുകളായി ഉയരും. ടീം എഫ്, തിങ്സ് ഫാൾ അപ്പാർട്ട്. കാണാം. തിങ്സ് ഫാൾ അപ്പാർട്ട് നൈജീരിയൻ എഴുത്തുകാരിൽ ഏറ്റവും പ്രശസ്തനായ, കലാപത്തിന്റെയും വിപ്ലവത്തിന്റെയും നാടായ നൈജീരിയയിൽ നിന്ന് വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന ജനപ്രിയ എഴുത്തുകാരന്റെ പ്രശസ്ത പുസ്തകം തിങ്സ് ഫാൾ അപ്പാർട്ട് എഴുതിയതാര്? ടീം ഇ, ചിന്നുവ അച്ചബെ. ചിനുവ അച്ചബെയാണോ തിങ്സ് ഫാൾ അപ്പാർട്ട് എഴുതിയത്? ചിനുവ അച്ചബെ, നൊബേൽ സമ്മാനം കിട്ടാത്ത നൈജീരിയൻ എഴുത്തുകാരനാണ് ചിനുവ അച്ചബെ. ചിനുവ അച്ചബെ ആണ് തിങ്സ് ഫാൾ അപ്പാർട്ട് എഴുതിയത്. യൂണിവേഴ്സിറ്റി കോളേജ്. ശരി ഉത്തരമാണ് നിങ്ങളുടേത്. 30 പോയിന്റുകൾ ലഭ്യമാകുന്നു നിങ്ങൾക്ക്. ഗുഡ് ആൻസർ. ഒപ്പം നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം. എൻ്റെ ചുറ്റും ഒരുപാട് കൂട്ടുകാരികൾ, ഒരുപാട് പെൺ സുഹൃത്തുക്കളുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയുള്ള സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഈ പുസ്തകം. ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം അതിശക്തമായ അക്ഷര പിന്തുണയാണ് ഈ പുസ്തകം. മാനവരാശിയുടെ ലിംഗനീതിയുടെ ചരിത്രത്തിൽ വിപ്ലവകരമായ തിരുത്തിക്കുറിക്കലുകൾക്ക് കാരണമായ ഈ പുസ്തകം എഴുതിയത് ആര്? ടൈം ഔട്ട്. ടീം ഡി. സിമോൺ ഡി ബുവ. സിമോൺ ഡി ബുവ ശരിയായ ഉത്തരമാണ്. 30 പോയിന്റ്സ്, 30 മാർക്കുകൾ ടീം ഡി. ഒപ്പം നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം. ആദ്യമായി മീഡിയ അക്കാഡമിയുടെ ക്വിസ് പ്രസിൽ
ഇത് ചോദിക്കാതെ എങ്ങനെ കടന്നുപോകും? ആദ്യമായി പത്രപ്രവർത്തകർക്കുള്ള പുലിറ്റ്സർ അന്തർദേശീയ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. ഹി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ പുലിറ്റ്സർ പ്രൈസ്. പുലിറ്റ്സർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനായ ഇദ്ദേഹത്തിന്റെ പേരെന്ത്? The first Indian, he is the first Indian to win the Pulitzer Prize. Team C. Team C. Team B. വായിച്ചിട്ടേ ഇല്ല, അത് ഓർമ്മയില്ലാത്തതാണോ? ടീം എ രാംനാഥ് ഗോയങ്ക. ടീം എഫ് അമിതാഭ് ഘോഷ്. ഗോവിന്ദരാജ്. എവിടെ എന്ത് വായിച്ചൊരു ഓർമ്മയുണ്ട്. മീഡിയ അക്കാഡമിയിലെ സ്റ്റുഡൻസ് പറയും ഇതിന്റെ ഉത്തരം. പുലിറ്റ്സർ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പത്രപ്രവർത്തകൻ ഗോവിന്ദ് ബിഹാരി ലാൽ. മീഡിയ അക്കാഡമിയില ആണ്. പെർഫെക്റ്റ് ആൻസർ, ഗോവിന്ദ് ബിഹാരി ലാൽ. ഗുഡ് ആൻസർ. ആൻഡ് ടീം സി, നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യം. എനോച്ച് സോൺടോങ്ക, അയാളുടെ പേന പ്രശസ്തമായത് എന്തിന്റെ ആദ്യ ഭാഗം എഴുതിയാണ്? എന്തെഴുതിയാണ്? ഇനോച്ച് സോൺടോങ്ക എങ്ങനെ പ്രശസ്തനായി? യെസ്, ടീം ബി. ടീം എ ഒരു ആഫ്രിക്കൻ അടിമയുടെ ജീവിതം. ടീം എഫ്. ടീം ഇ. അമേരിക്കൻ അടിമത്ത നിരോധനം. ടീം ഡി. Wretched of the earth. ഇത് ആരില്ല തുടങ്ങിയത്? നിങ്ങളിലാണോ തുടങ്ങിയത്? നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ആരെങ്കിലും ഒരു ടീം ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ഒരു സൂചനയിലൂടെ കടക്കട്ടെ. ഇദ്ദേഹം എഴുതിയത് ഒളിമ്പിക് വേദികളിൽ മുഴങ്ങി കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ബുത്തലേസിയുടെയും ഗോവൻ എംപക്കിയുടെയും നാട്ടുകാരനാണ്. ടീം ബി. ടീം എ. ടീം എഫ്. വളരെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പറയാവുന്ന സൂചനയല്ലേ തോന്നുന്നത്. ടീം ഇ. ഒളിമ്പിക് മുദ്രാവാക്യം. ടീം ഡി. സെർട്ടിയസ് ആണ്. ടീം സി. ഇത് ഉത്തരം പറയിപ്പിച്ചേ ഞാൻ വിടൂ. സൂചന അടുത്തത്. ഇദ്ദേഹവും ആനന്ദ് സമരക്കൂണും തമ്മിൽ ഒരു പുതുമ, കോമൺനെസ് ഉണ്ട്. ആനന്ദ് സമരക്കൂൺ. ടീം ബി പറഞ്ഞോളൂ. ദേശീയഗാനം. എനിക്ക് ആവശ്യം ഇദ്ദേഹം എന്തെഴുതി? ഗ്രീസിന്റെ നാഷണൽ ആന്തം. ഗ്രീസിന്റെ ദേശീയ ഗാനം. ടീം ബി ഇല്ല. ടീം എ. ഒളിമ്പിക് ആന്തത്തിന്റെ ആദ്യം. ടീം എഫ്. ഒളിമ്പിക്സ് നിയമങ്ങൾ. ആനന്ദ സമരക്കൂൺ ആരെന്ന് അറിയാവുന്നത് ടീം സിക്ക് മാത്രമായിരുന്നു. ടീം ഇ. ടാൻസാനിയയുടെ ദേശീയഗാനം. അയ്യോ, ടീം ഗോവൻ എംപക്കിയുടെയും ബുത്തലേസിയുടെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു. ടീം ഡി. കോസ്റ്റാസ ഡി പലാമസ്. ഓഡിയൻസ് നെൽസൺ മണ്ടേല ഉയർത്തിച്ചൊല്ലിയ ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ ഗാനം എഴുതിയ മനുഷ്യനാണ് നിങ്ങൾ ഈ കണ്ട സോൺടോങ്ക. ഈ നിങ്ങൾക്ക് ആനന്ദ സമരക്കൂണിനെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല. ആരാണ് ആനന്ദ സമരക്കൂൺ? ടീം സി. ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതിയ ആളാണ്. അയാൾ എഴുതിയ വരിയിൽ ഒരു വരി തിരുത്തി അധികാരികൾ. അതിൽ പ്രതിഷേധിച്ച് ഹി സ്റ്റാർവ്ഡ് ഇൻ ടു ഡെത്ത്. നിരാഹാരം കിടന്ന് മരണമടഞ്ഞ രക്തസാക്ഷിയാണ് ആനന്ദ സമരക്കൂൺ. യെസ്, ടീം ബി, നിങ്ങളോടുള്ള ചോദ്യം.
മരണമെന്ന വാതിലിനപ്പുറം. മെഴുകുതിരി പോലെയാണ് ജീവിതം. കത്തിച്ചു വെച്ചത് മുതൽ അതെരിയുന്നു, ഒടുവിൽ മെഴുകും തിരിയും അവസാനിക്കുന്നു. ഒരു ക്ലൂ തരാം. ഈ പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ക്ലൂ, അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്ന സ്ഥലം സ്ഥാപിച്ചത്, ആ സ്ഥലത്തിന്റെ ഫൗണ്ടർ സള്ളിവൻ ആണ്. സള്ളിവൻ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി അല്ലേ? ടീം എ, ടീം എഫ്, ടീം എഫ്, അടങ്ങ്. ടീം ഇ, ഹെലൻ കെല്ലർ. നിന്റെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹെലൻ കെല്ലറാണ് മരണമെന്ന വാതിലിനപ്പുറം എന്ന് പറയുന്ന മലയാള പുസ്തകം എഴുതിയത്. ടീം ഡി, ടീം സി, നിത്യചൈതന്യതി. സള്ളിവൻ സ്ഥാപിച്ച പട്ടണം ഊട്ടി. ഊട്ടിയിൽ ഫേൺ ഹില്ലിൽ ജീവിച്ചിരുന്നു ഗുരു നിത്യചൈതന്യയതി. സള്ളിവൻ സ്ഥാപിച്ച ഊട്ടിയിൽ ജീവിച്ചു. ഗുഡ് ആൻസർ അദ്വൈത്, നല്ല ഉത്തരം. 30 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം എ, നിങ്ങളോടുള്ള ചോദ്യം, ഈ റൗണ്ടിലെ അവസാന ചോദ്യം. It was a cure, sultry summer, the summer they executed the Rosenbergs, and I didn't know what I was doing in New York. ഈ നോവലിന്റെ, ഇതൊരു നോവലിന്റെ ആരംഭ വരികളാണ്. കേൾക്കുന്നുണ്ടോ ടീമേ? ഈ നോവലിന്റെ പേരെന്തെന്നാണ് ചോദ്യം. I can give you a clue. That was the only novel written by that great writer. നിഗൂഢമായ ആ വേനൽക്കാലത്ത്, ഏത് വേനൽക്കാലം? റോസൻബർഗുകളെ അവർ വധിച്ച ആ വേനൽക്കാലത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ന്യൂയോർക്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന്. ഫാസ്റ്റ്. ടീം എഫ്, ഹാർപ്പർ ലീ. ടീം ഇ, ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ഒരു നോവൽ എഴുതിയിട്ടുള്ളോ? ആണോ? ടീം ഡി, ഓസ്കാർ വൈൽഡ്. ടീം സി, ചാർലി ചാപ്ലിൻ. ടീം ബി, മിൽട്ടൺ. ഓക്കെ. ടീം എയിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഇത് പ്രയാസമുള്ള ഒരു ചോദ്യമല്ല. മരിക്കുന്നതിന് മുൻപ്, മരണം സ്വയം വരിക്കുന്നതിന് മുൻപ് കാറ്റിനോട് അവരെഴുതി, ചിലപ്പോൾ കടന്നു വന്ന് എന്നെ പ്രാപിച്ച് കടന്നു പോകുന്ന കാറ്റായിരുന്നു സത്യത്തിൽ എൻ്റെ കാമുകൻ എന്ന്. എമിലി ബ്രോണ്ടി. എമിലി ബ്രോണ്ടെ ഒരു നോവൽ എഴുതിയുള്ളൂ. ഇത് ഉദറി ഹൈറ്റ്സ് ആണോ? ടീം എഫ്, ഞാൻ നേരത്തെ പറഞ്ഞത് നോവലല്ല, കവിതയാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. ടീം ഇ, ദസ്തേവസ്കി. നിങ്ങൾ റഷ്യയിൽ കയറി പിടിച്ചോ? വാട്ട് ഐ വാസ് ഡൂയിങ് ഇൻ ന്യൂയോർക്ക്. ടീം ഡി, The novel is Beljar by Sylvia Plath. അതാണ്. ദിസ് വാസ് ദ നോവൽ ബെൽജാർ ബൈ സിൽവിയ പ്ലാത്ത്. ഉജ്ജ്വലമായ കവിതകൾ എഴുതി ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വപ്രശസ്തി കരസ്ഥമാക്കി ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നതിന് മുൻപ് സിൽവിയ പ്ലാത്ത് എഴുതിയ ഏക നോവൽ ബെൽജാർ. 30 പോയിന്റുകൾ ടീം ഡി നിങ്ങൾക്ക് ലഭിക്കുന്നു. രാത്രിയിൽ ഈ അറിവുത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ ഇരുന്ന മീഡിയ അക്കാഡമിയിലെ സുഹൃത്തുക്കൾക്ക്, കുട്ടികൾക്ക് സന്തോഷം. ഒപ്പം മീഡിയ അക്കാഡമി ചെയർമാൻ ശ്രീ RS ബാബു വൈകിയാണോ സെമി ഫൈനലിൽ എത്തിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് വേണ്ടി സെമി ഫൈനലിൽ മത്സരിച്ച പല മത്സരാർത്ഥികൾക്കും കണ്ടെത്താൻ കഴിയാത്ത ഉത്തരം, വിശിഷ്യ മീഡിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് താങ്കളുടെ മീഡിയ അക്കാഡമിയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ സദസ്സിൻ്റെ കരഘോഷം പിടിച്ചുപറ്റി. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ഗ്രാൻഡ് മാസ്റ്ററുടെ ചോദ്യശരങ്ങളേറ്റ് മത്സരാർത്ഥികൾ ക്ഷീണിച്ചു. ഒരു തിരിച്ചുവരവിന് വേണ്ടി അവർ ഊർജം സംഭരിക്കട്ടെ. ബാക്കിയുള്ള മത്സരം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. നമ്മൾ ഈ മത്സരത്തിന്റെ 3-ാം റൗണ്ടിലേക്ക് കടക്കുന്നു. ഹലോ ജോജി, ജലാലുദ്ദീൻ ഖിൽജി, ഫൈസൽ ഖാൻ, അശോക, എബ്രഹാം ലിങ്കൺ, ജോൺ വിക്സ് ബൂത്ത്, രമൺ മർക്കഡോർ. നിങ്ങൾ 8 ഉത്തരം പറഞ്ഞു, അതിൽ 7 എണ്ണം ശരിയാണ്.
പീസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. ഇത് ഐസ്ലാൻഡിന്റെ തലസ്ഥാനം തന്നെയാണ്. ടീം ഇ, AVM സ്റ്റുഡിയോസ്. അപ്പൊ തമിഴാണ് സിനിമ. 48 ടീമുകൾ മാറ്റുരച്ച പ്രിലിമിനറിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി